മഴതോരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയെ അവളുടെ സ്വന്തം പപ്പയുടെ വീട്ടിലാക്കിയതിനു ശേഷം ഒരു വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ എന്ന അതിലേറെ സങ്കടത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. വണ്ടിയുടെ ഡോർ അടച്ച് മുറ്റത്തേക്ക് കയറുന്നത് ഉടൻ തന്നെ ബബിത അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ആകാംക്ഷയും ഒരൽപ്പം പരിഭ്രമവും നിഴലിച്ചു. അച്ഛൻ തന്നെ നേരിട്ട് ചെന്ന് മാപ്പ് പറഞ്ഞ് തിരികെ വിളിക്കണമെന്നല്ലേ അമ്മയുടെ ആവശ്യം? ഇനി എന്താ അച്ഛന്റെ പ്ലാന്? അമ്മയെ വിളിക്കാനായി കമലാന്റിയുടെ വീട്ടിലേക്ക് പോവാനാണോ? ബബിതയുടെ ചോദ്യം കേട്ട് ബാലചന്ദ്രനെ ഒന്ന് നിന്നു. അയാളുടെ മുഖത്ത് ദേഷ്യത്തേക്കാൾ ഉപരി ഒരു തരം പുച്ഛമാണ് അപ്പോൾ നിറഞ്ഞു നിന്നത്. അതിന് ഈ ബാലചന്ദ്രൻ മറ്റൊരു ജന്മം കൂടി ജനിക്കണം. അയാൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. വൈജയന്തിയുടെ മുന്നിൽ മുട്ടുമടക്കാൻ എന്നെ കിട്ടില്ല. അലീനയെ ഞാനിവിടെ നിന്നും പറഞ്ഞു വിട്ടതൊന്നുമല്ല. എന്നെക്കൊണ്ട് അലീന മോള് നിർബന്ധപൂർവ്വം ആ കർമ്മം ചെയ്യിപ്പിച്ചതാണ്. പിന്നെ നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് എനിക്കൊട്ടും തന്നെ ആഗ്രഹമുള്ള കാര്യമല്ല. അവൾക്ക് വേണമെങ്കിൽ വരാം. ഇത്രയും പറഞ്ഞ് അയാൾ വേഗത്തിൽ അകത്തേക്കങ്ങ് നടന്നുപോയി. ബബിതയ്ക്ക് അതിനപ്പുറം ഒന്നും തന്നെ ചോദിക്കാനും കഴിഞ്ഞില്ല. ഇതൊക്കെ കേട്ടു നിൽക്കുന്നുകൊണ്ടിരിക്കുന്ന കൃഷ്ണമോള് വേഗം തന്റെ ഫോണെടുത്ത് വൈജയന്തിയെ വിളിച്ചു. അമ്മേ, അവൾ അവസാനം പോയി. അലീന ചേച്ചി പോയി. കൃഷ്ണമോൾ ആവേശത്തോടെ പറഞ്ഞു. മറുതലക്കൽ വൈജയന്തിയുടെ പൊട്ടിച്ചിരിയാണ് ഉയർന്നത്. ശിവേട്ടാ, ഇപ്പൊ തന്നെ ബാലചന്ദ്രൻ എന്നെ വിളിക്കാൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തും. പിന്നെ ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമയും യാചിക്കും. വൈജയന്തിക്ക് മുന്നിൽ അയാൾ തോറ്റുപോയി, അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു. എന്നാൽ ശിവേട്ടൻ അവിടെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ബാലചന്ദ്രൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അയാൾ പറഞ്ഞതെന്നറിയോ? നിന്നോട് മാപ്പ് പറയാനോ നിന്നെ വിളിച്ചുകൊണ്ട് പോവാനോ ഈ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല എന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ടേക്ക് പോകുന്നതാ വൈജയന്തി നിനക്ക് നല്ലത്. അല്ലാതെ ആവശ്യമില്ലാതെ വേണ്ടാത്ത മനക്കോട്ടയൊന്നും കെട്ടണ്ട. നിനക്ക് ഭർത്താവും മക്കളും വേണമെങ്കിലും വന്നതുപോലെ നീ തിരിച്ചു പോവാൻ നോക്ക് വൈജയന്തി. അല്ലെങ്കിൽ ബാലചന്ദ്രൻ അലീനയേക്കാൾ നല്ലൊരു വേലക്കാരി അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. എന്നിട്ട് അവളെ ഓടിക്കാൻ ഇനി നീ ഒരുപാടധികം ബുദ്ധിമുട്ടേണ്ടി വരും. ശിവേട്ടന്റെ വാക്കുകൾ കേട്ട് വൈജയന്തിന്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അവിടെ ദേഷ്യം സ്ഥാനം പിടിച്ചു. ഇനി അലീനക്ക് പകരം പുതിയൊരു വേലക്കാരിയോ? അതിന് ഞാൻ സമ്മതിക്കില്ല. ഈ അലീനെ ഇറക്കി വിടാൻ തന്നെ ഞാൻ പെട്ട പാട് എനിക്കല്ലേ അറിയാവുള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ ആ വീട്ടിലേക്ക് പോവാണ്. എനിക്ക് ആ വീട്ടിലെ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഭരണവും തിരിച്ചു പിടിക്കണം. ഇത്രയും പറഞ്ഞ് അവൾ വേഗത്തിൽ തന്നെ അവിടെ നിന്നും ഇറങ്ങി. വൈജയന്തിയുടെ പോക്ക് കണ്ട് കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും ദിവസം നിങ്ങളുടെ പെങ്ങളെ തീറ്റിപ്പോറ്റിയത് ഞാനാണ്. നാണമില്ലാതെ വലിഞ്ഞു കയറി വന്നോളും. ഇപ്പോഴെങ്കിലും അവൾക്കൊന്ന് ഇറങ്ങി പോവാൻ തോന്നിയല്ലോ. ഇനി തിരിച്ചൊന്ന് വരാതിരുന്നാ മതിയായിരുന്നു. കമലമ്മ പിറുപിറുത്തു. എന്റെ കമലെ, നീ ഒന്ന് പതുക്കെ പറയേ. പൈസ പോയിട്ടില്ല. അവൾ കേട്ടുകൊണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി. എന്തെങ്കിലും പറഞ്ഞാലും അവൾ എന്റെ സ്വന്തം പെങ്ങളല്ലേ. ശിവേട്ടൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വൈജയന്തി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ കിച്ചണിൽ കൃഷ്ണമോളും ബബിതയും കൂടി ഭക്ഷണം ഉണ്ടാക്കുന്നത് അവൾ കണ്ടു. എന്താ ഇവിടെ പരിപാടി? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അവൾ അധികാരത്തോടെ ചോദിച്ചു. അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. നിനക്കൊക്കെ അതിന്റെ കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? വായ്ക്കു രുചിയുള്ളത് വല്ലതും ഉണ്ടാക്കാൻ ഞാൻ തന്നെ വേണം. അവളുടെ ആ ഒരു ഭാവം കണ്ട് കൃഷ്ണമോൾക്ക് ദേഷ്യം വന്നു. അതിന് ഇത്രയും നാളും അമ്മ ഉണ്ടാക്കിയിട്ടാണോ ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്? അലീന ചേച്ചി വെച്ചതല്ലേ. പിന്നെ എനിക്കും ബബിതേച്ചിക്കൊക്കെ നല്ല രുചിയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അലീന ചേച്ചി പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ സേവനം ഇപ്പൊ ഇവിടെ കിച്ചണിലേതായാലും ആവശ്യമില്ല. അന്നേരം അലീന എനിക്കിട്ട് പണി തന്നിട്ടാ ഇവിടെ നിന്ന് പോയിരിക്കുന്നേ. പിന്നെ അവൾ എന്റെ മക്കളെ കൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഞാനെന്തിനാ അമ്മയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്? വൈജയന്തി അമർഷത്തോടെ ചോദിച്ചു. അമ്മയുടെ പണി നോക്ക്. ഈ വീട്ടിൽ അമ്മക്ക് ചെയ്യാൻ ഒരുപാടധികം ജോലികളൊക്കെ ബാക്കിയില്ലേ? അച്ഛന്റെ കാര്യങ്ങളും ഒരു കുറവുമില്ലാതെ ഞങ്ങളല്ലേ നോക്കുന്നത്. അമ്മ മുറിയിലെങ്ങാനും പോയി റെസ്റ്റ് എടുക്ക്. ബബിതയുടെ വാക്കുകൾ അവൾക്ക് തീരെ അങ്ങ് ദഹിച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. എനിക്ക് ഈ വീട്ടിലെ സകല ജോലികളും ചെയ്യണം. എല്ലാ അധികാരങ്ങളും എനിക്ക് തിരിച്ചു വേണം. ഞാൻ പോയി എല്ലാവരുടെയും തുണികൾ വാഷ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വേഗം പുറത്തേക്ക് നടന്നു. എന്നാൽ അവിടെ അവൾ കണ്ട കാഴ്ച അവളെ കൂടുതലധികം പ്രകോപിപ്പിച്ചു. രോഹിത് എല്ലാവരുടെയും വസ്ത്രങ്ങൾ വാഷ് ചെയ്യുകയായിരുന്നു. എടാ, നിനക്ക് നാണമില്ലേടാ? നിനക്ക് നാണമില്ലേടാ? ഒരാണ് ചെയ്യേണ്ട ജോലിയാണോ ഇതൊക്കെ? നിന്നോടാരാ ഈ തുണിയൊക്കെ അലക്കാൻ പറഞ്ഞത്? അവൾ രോഹിത്തിന് നേരെ ചീറിച്ചെന്നു. രോഹിത് ഒട്ടും കൂസലില്ലാതെ തന്നെ മറുപടി നൽകി. ആണുങ്ങൾ ഈ ജോലിയൊക്കെ ചെയ്താൽ എന്താ അമ്മേ പ്രശ്നം? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ജോലി ചെയ്യാൻ. അതിൽ യാതൊരുവിധ കുറവും തോന്നിയിട്ടില്ല. ചേച്ചി ഇല്ലാതെ കൊണ്ട് തന്നെ ഞങ്ങൾ വഴക്കിടാനൊന്നും നിൽക്കാറില്ല. അമ്മ ഇങ്ങ് വന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണോ? ആ നശിച്ചവൾ ഈ വീട്ടിൽ നിന്നും പോയാലും അമ്മയെ കൊണ്ട് ആർക്കും ഒരു ആവശ്യമില്ല. ഞാനില്ലെങ്കിലും ഈ വീട്ടിൽ ആർക്കും ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലായി. നിങ്ങളെക്കൊണ്ട് അലീന പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഈ ജോലിയൊക്കെ. ഈ വൈജയന്തിയെ എല്ലാവരും സ്നേഹിക്കണം, അലീനയേക്കാൾ ഏറെ. അതിന് എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാമെന്നിങ്ങനെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പിന്നീട് വൈജയന്തി തന്റെ പെട്ടിയും സാധനങ്ങളുമായി മുകളിലെ മുറിയിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ബാലചന്ദ്രൻ അത് കണ്ട് അമ്പരന്നു. നീ എന്തിനാടി എന്റെ റൂമിലേക്ക് വരുന്നത്?
നിന്റെ മുറി താഴെയല്ലേ? ബാലചന്ദ്രൻ ചോദിച്ചു. അല്ല, ഇന്നു മുതൽ എന്റെ ഭർത്താവ് താമസിക്കുന്ന മുറിയാണ് എന്റേത്. അലീന വന്നപ്പോ നിങ്ങൾ മുകളിലേക്ക് മാറി, അത് ഞാൻ വിട്ടു തന്നു. അപ്പോ അവൾ തിരിച്ചു പോയില്ലേ? ഇനി നിങ്ങൾക്ക് താഴേക്ക് താമസം മാറിയാലെന്താ? അത് നിങ്ങളുടെ കൂടെ മുറിയല്ലേ? എന്നാ നിങ്ങൾ വരാൻ തയ്യാറായില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മുറിയിലേക്ക് താമസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇനി ബാലചന്ദ്രന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അലീനയല്ല. അവളില്ലാത്ത കുറവ് ഞാൻ അറിയാതെ നോക്കണമല്ലോ. ഞാനാ നിങ്ങളുടെ ഭാര്യ, ആ ബോധം നിങ്ങൾക്കുണ്ടല്ലോ. അവൾ പരിഹാസത്തോടെ പറഞ്ഞു. മതി, നീ മുറിയിൽ നിന്ന് താമസിക്കാൻ വന്നാലേ പിന്നെ ഈ ബാലചന്ദ്രൻ ഈ മുറിക്കകത്തുണ്ടാവില്ല. ഞാൻ താഴത്തെ മുറിയിലേക്ക് പോവാണ്. ദേഷ്യത്തോടെ അതും പറഞ്ഞു കൊടുത്തിന് അയാൾ അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അയാളുടെ ഫോൺ ശബ്ദിച്ചത്. അലീനയായിരുന്നു വിളിക്കുന്നത്. ബാലചന്ദ്രന്റെ മുഖത്ത് പെട്ടെന്ന് വലിയൊരു സന്തോഷം വിരിഞ്ഞു. നിനക്ക് ഇപ്പോഴും വിളിക്കാൻ തോന്നിയല്ലോ മോളെ. പോയിട്ട് എത്ര നേരമായി, എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് വിളിക്കാൻ തോന്നിയത്? ആ വീടും പരിസരമൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഈ അച്ഛനെ വിളിക്കാൻ നിനക്ക് എന്നിട്ടും ഈ അച്ഛനെ വിളിക്കാൻ തോന്നിയതേയില്ലല്ലോ. അയാൾ വാത്സല്യത്തോടെ ചോദിച്ചു. വൈജയന്തി ഇതെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അങ്ങനെയല്ല അച്ഛാ, യാത്രാക്ഷീണം കൊണ്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയതാണ്. അച്ഛന് മാത്രമല്ല, എനിക്കിപ്പോൾ വിളിക്കേണ്ടത് ഒരുപാട് പേരെയായില്ലേ. രോഹിത്, ബബിത, കൃഷ്ണമോള്, രേവതിക്കുട്ടി, ശരണ്യ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയില്ലേ ഇപ്പോൾ. പിന്നെ അച്ഛനെ ഞാൻ മറക്കുമോ? ആരൊക്കെ വിളിച്ചില്ലെങ്കിലും അച്ഛനോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊട്ടും തന്നെ ഉറക്കം വരില്ല. അവരൊക്കെ വിളിച്ചു സംസാരിച്ച നേരം പോയതേ അറിഞ്ഞില്ല. അതാ അച്ഛനെ വിളിക്കാൻ കുറച്ച് ലേറ്റായത്. അലീന മറുപടി നൽകി. അത് തന്നെയാണോ കാരണം? അതോ ഒറിജിനൽ പപ്പയെ കിട്ടിയപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ നീ അങ്ങ് മറന്നുപോയോ? ബാലചന്ദ്രൻ തമാശ രൂപേണ ചോദിച്ചു. ദേ അച്ഛാ, അങ്ങനെ മറക്കാൻ പറ്റുന്ന ബന്ധമാണോ എനിക്ക് അച്ഛനുമായിട്ടുള്ളത്? എനിക്ക് എന്റെ പപ്പയെ തന്നത് ഈ അച്ഛൻ തന്നെയല്ലേ. ആ കടപ്പാട് എനിക്ക് എന്നും ഉണ്ടാവും. ഇനിയിപ്പോ രണ്ടച്ഛന്മാരാ എനിക്കുള്ളത്. രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് എനിക്ക്. വൈജയന്തി അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ബാലചന്ദ്രൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ശരി ശരി, ഞാൻ എന്റെ തമാശ ചോദിച്ചെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. ഫോൺ വെച്ചപ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ അയാളുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്ക് അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഇപ്പോഴും പറ്റില്ലേ? നിങ്ങൾ എന്തിനാ അവളോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത്? ഇനി എന്താ ബാക്കി സംസാരിക്കാൻ മാത്രമുള്ളത്? എവിടേക്കാ നിങ്ങൾ അവളെ താമസിപ്പിച്ചിരിക്കുന്നത്? ഒറിജിനൽ പപ്പ വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അതാരാണ് ഒറിജിനൽ പപ്പ? എനിക്ക് അയാൾ അറിയണം. എന്താ പറയാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? അലീനയുടെ യഥാർത്ഥ പപ്പ ആരാണ് എന്ന്? അത് ഞാൻ എന്തിനാണ് നിന്നോട് പറയുന്നത്? അലീന അനാഥയല്ലെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. അവളുടെ ഒറിജിനൽ പപ്പയെ ഞാൻ കണ്ടുപിടിച്ചു. അയാൾ ആരാണെന്ന് നീ ഇപ്പൊ അറിയണ്ട. പിന്നെ അലീനയെ വേലക്കാരി എന്ന് വിളിച്ച് ഏതു നേരവും നീ കളിയാക്കാറല്ലേ? എന്നാ കേട്ടോ, അവളിപ്പോ വേലക്കാരിയൊന്നുമല്ല ആ വീട്ടിൽ ജീവിക്കുന്നത്. ഇട്ടുമൂടാൻ പണമുള്ള വലിയൊരു കൊട്ടാരത്തിലേക്കാണ് രാജകുമാരിയായിട്ടാണ് ഞാൻ അവളെ അയച്ചിരിക്കുന്നത്. അലീനയുടെ പപ്പയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. നിനക്കൊന്നും അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ബാലചന്ദ്രന്റെ വാക്ക് കേട്ട് വൈജയന്തി ശരിക്കും അങ്ങ് ഞെട്ടി. അലീന വലിയ കോടീശ്വരന്റെ മകളായിരുന്നോ? അങ്ങനെയുള്ളവളെ തന്റെ വീട്ടിൽ വേലക്കാരിയായി കൊണ്ടുവന്നത് എന്തിനായിരിക്കും? അവളെ താൻ എത്രയൊക്കെ അപമാനിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. എന്നിട്ടും അവൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ജീവിതമാണല്ലോ. ഇതെല്ലാം ആലോചിച്ചിട്ട് അവൾ ആകെ അസ്വസ്ഥയായി. അതേസമയം ബാലചന്ദ്രൻ തന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് താഴേക്ക് പോവാനായി തിരിഞ്ഞു. വൈജയന്തി ഓടി വന്ന് അയാളെ തടഞ്ഞു. നിക്ക്, നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ. അപ്പോ ഒരു ഭർത്താവ് താമസിക്കുന്ന മുറിയിൽ കഴിയാനുള്ള അവകാശമൊന്നും എനിക്ക് നിങ്ങൾ തരേണ്ടേ? അലീനയെ മറന്ന് നിങ്ങൾ എന്നെ മാത്രം സ്നേഹിക്കണം. ഭാര്യയായിട്ട് നിങ്ങൾ എന്നെ കരുതണം. ഇല്ലെങ്കിൽ വൈജയന്തിയുടെ തനി നിറം ബാലചന്ദ്രനെ കാണാൻ പോകുന്നതേയുള്ളൂ. അവൾ ആ ബാഗ് പിടിച്ചു വാങ്ങിച്ച് തിരികെ മുറിയിലേക്ക് വെക്കാൻ ശ്രമിച്ചു. അത് ബാലചന്ദ്രനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. എടി, അലീന ഈ വീടിന്റെ പടി ഇറങ്ങിയതിനു ശേഷം നിന്നെ ഭാര്യയായിട്ട് പോലും ഞാൻ കാണുന്നില്ല. ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള പരിഗണന പോലും നിനക്ക് ഞാൻ തരാൻ പോകുന്നില്ല. ആ ബാഗൊക്കെ അവിടെ വെക്ക്. ഈ മുറി വേണമെന്ന് നീ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഏതു മുറിയിൽ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല വൈജയന്തി, ഞാനാണ്. ഇതെന്റെ വീടാണ്. എന്നാ അവൾ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ലായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ വീടായിരിക്കും. എന്നാൽ ഇപ്പോഴും എനിക്ക് നിങ്ങളുടെ മേൽ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെയുണ്ട്. ഈ താലി 25 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളല്ലേ എന്റെ കഴുത്തിൽ കെട്ടിയത്. ഇതുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ ഭാര്യ തന്നെയാണ്. എങ്കിൽ ആ താലി ഇനി നിന്റെ കഴുത്തിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം മാത്രമാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു താലിമാല. ഈ കെട്ടുതാലിയുടെ ബലത്തിൽ നീ എന്നെ അധികാരം പറിച്ചിലാണെങ്കിൽ ഇത് ഞാനങ്ങ് പൊട്ടിച്ചെറിയാനും ഈ ബാലചന്ദ്രന് ഒട്ടും മടിക്കില്ല. ഇത്രയും പറഞ്ഞ് അയാൾ പെട്ടെന്ന് അവളുടെ കഴുത്തിലെ താലി അങ്ങ് പൊട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അവൾ തടയാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ അത് പൊട്ടിച്ചങ്ങ് വലിച്ചെറിയാണ്. ബഹളം കേട്ട് മക്കളെല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവളെ നോക്കി അയാൾ ഉറക്കെ പറഞ്ഞു. ഈശ്വരന്മാരെ സാക്ഷിയാക്കി വൈജയന്തിയുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ താലിമാലയാണിത്. അതേ കൈക്കൊണ്ട് തന്നെ ഞാനിത് പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാനും ഇവളും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല മക്കളെ. എന്റെ മക്കളുടെ അമ്മ മാത്രമാണ് ഇവൾ. ആ ഒരു പരിഗണന മാത്രമേ ഞാൻ ഇവൾക്ക് കൊടുക്കത്തുള്ളൂ. ബാലചന്ദ്രന്റെ വാക്കുകൾ കേട്ട് പൊട്ടി വീണ താലിയുമേന്തി വൈജയന്തി തകർന്നു പോയിരുന്നു. അവളുടെ ആ ഒരു അവിടെ ഒരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാവുകയായിരുന്നു. അങ്ങനെ
അവിടെ ഒരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാവുകയായിരുന്നു. അങ്ങനെ മഴതോരും മുൻപേയിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും